പുതുവർഷ ദിനത്തിൽ തലശ്ശേരിയിലെ പൈതൃക ചരിത്ര കേന്ദ്രങ്ങളിലൂടെ രാത്രി യാത്ര നടത്തി ഫ്ലാഷ് ബാക്ക് കൂട്ടായ്മയുടെ 10ാം വാർഷികത്തിന്റെ ഭാഗമായാണ് തലശ്ശേരിയുടെ സാംസ്കാരിക പാരമ്പര്യം ഓർമ്മിപ്പിക്കുവാനും പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനും വേറിട്ട പരിപാടി ഒരുക്കിയത്. ക്രിക്കറ്റിന്റെയും കേക്കിന്റെയും സർക്കസിന്റെയും 3 സീകൾ തലശ്ശേരിയുടെ മേൽവിലാസമാണ്. ഇതിനൊപ്പം തലശ്ശേരിയുടെ പൈതൃകവും തലയുയർത്തി നിൽക്കുന്നു. ഇവയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് രാത്രിയാത്ര സംഘടിപ്പിച്ചത്. തലശ്ശേരി സായി സെന്റർ പരിസരത്ത് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സി ഉബൈദുള്ള ഫ്ളാഗ് ഓഫ് ചെയ്തു. ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം സന്ദർശിച്ച സംഘം ഓവർബറി സായിപ്പ് കണ്ടെത്തിയ ദൃശ്യസങ്കേതം വഴി ജുമാഅത്ത് പള്ളിയുടെ സമീപമെത്തി. തുടർന്ന് സ്റ്റേഡിയം സന്ദർശിച്ച് അവിടെയുള്ള ക്രിക്കറ്റ് കളിക്കാർക്കൊപ്പം ഇന്ത്യയിൽ ആദ്യമായി തലശ്ശേരിയിൽ ക്രിക്കറ്റ് കളിച്ചതിന്റെ ഓർമ്മ പുതുക്കി. തുടർന്ന് ഗുണ്ടർട്ട് പാർക്കും പൂർണ്ണകായ പ്രതിമയും സന്ദർശിച്ചു. ബംഗ്ലാവിലെത്തിയപ്പോൾ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ബംഗ്ലാവിന്റെ ചരിത്രം പങ്കുവച്ചു. ഹോളി റോസറി ദേവാലയവും ലൈറ്റ് ഹൌസിന് സമീപത്തെ സെയിന്റ് ആംഗ്ലിക്കൻ ചർച്ചും സന്ദർശിച്ച ശേഷം എഡ്വേർഡ് ബ്രണ്ണിന്റെ ശവകുടീരവും സന്ദർശിച്ച് ജവഹർ ഘട്ടിൽ എത്തിച്ചേർന്നു. തലശ്ശേരി കോട്ട പരിസരം വഴി ആസാദ് ലൈബ്രറിയുടെ മുന്നിലൂടെ പിയർ റോഡിലേക്കും വാണിജ്യ പ്രതാപത്തിന്റെ സാക്ഷികളായ പാണ്ഡികശാലകളിലേക്കും യാത്ര തുടർന്നു. മമ്പള്ളി ബാപ്പു ആദ്യമായി കേക്ക് നിർമ്മിച്ചതിന്റെ സ്മരണ പുതുക്കി കടൽപ്പാലത്തിന് സമീപം കേക്ക് മുറിച്ചു. തുടർന്ന് സർക്കസിന്റെ സ്മരണകൾ അയവിറക്കി കളരിപ്പയറ്റ് പ്രദർശനം കൂടി കണ്ടാണ് യാത്ര അവസാനിപ്പിച്ചത്. ന്യൂസ് മലയാളം, കണ്ണൂർ.